തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം അഴിമതിയും ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റതുമാണെന്ന് കാണിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന് രമേശ് ചെന്നിത്തലയുടെ കത്ത്. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനാണ് ചെന്നിത്തല കത്തയച്ചത്. കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡും കേരള നേതാക്കളും പങ്കെടുക്കുന്ന യോഗം ഈ മാസം 22-ന് ദില്ലിയിൽ ചേരും. ഇന്ന് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KPCC വൈസ് പ്രസിഡന്റ് ശ്രീമതി ലാലി വിൻസെന്റ്, ശ്രീ JR പത്മകുമാർ BJP നേതാവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PM മനോജ്, ശ്രീ A സജീവൻ, മറ്റ് അതിഥികളും ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ശ്രീമതി ലാലി വിൻസെന്റ്, ഇങ്ങനെ ഒരു കത്ത് ഉണ്ടോ ഇല്ലയോ എന്ന വിവാദം പുറത്ത് നടക്കുന്നുണ്ട്. ഈ കത്ത് വന്ന അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല ഈ കത്ത് ഞാൻ എഴുതിയിട്ടില്ല, ഇത് ഞാൻ അയച്ചിട്ടില്ല, ഇങ്ങനെ രണ്ട് വാക്കുകൾ പറയുകയും ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും ശരിയായിരിക്കാം. സാങ്കേതികമായി അദ്ദേഹം എഴുതിയിട്ടുണ്ടാകില്ല, അത് ആരെങ്കിലും ടൈപ്പ് ചെയ്തതായിരിക്കാം. അത് അദ്ദേഹം തന്നെ അയച്ചിട്ടുണ്ടാകില്ല, അത് മറ്റാരെങ്കിലും ആയിരിക്കാം അയച്ചിട്ടുണ്ടാകുക. എന്തായാലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും കോൺഗ്രസിൻ്റെ അണികൾക്കും മറ്റ് പ്രവർത്തകർക്കുമൊക്കെ താല്പര്യമുള്ള കാര്യങ്ങളാണെന്നാണ് അതിനുശേഷം വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് ഈ കത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഈ കത്തിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രി തന്നെ ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കത്തിൻ്റെ ഉള്ളടക്കത്തിൽ സംഘടനാപരമായി മുന്നൊരുക്കങ്ങൾ വേണ്ട വിധം ഉണ്ടായിട്ടില്ല എന്ന് ഒരു പേജിൽ വായിച്ചു. ഫ്രണ്ട് പേജ് ഞാൻ കണ്ടിട്ടില്ല, ബാക്ക് പേജിൽ അത് കത്ത് എന്ന് അവകാശപ്പെടുന്ന ഒരു പേപ്പർ, അതിൽ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. 3 റീജിയനുകളായി തിരിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്തിലെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നൊരുക്കങ്ങളോടെ അത് ചെയ്തിരുന്നത്. എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തങ്ങളും നൽകിയിരുന്നു. റിബലുകളെ പിൻവലിക്കുന്നതിന് വേണ്ട രീതിയിൽ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്ന് കത്തിൽ വായിച്ചു. അത് ശരിയാണ്. പക്ഷെ അത് KPCCയുടെ കുഴപ്പമല്ല. അതാത് ജില്ലാ കമ്മിറ്റികളെ ഏൽപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയവും അതിനുവേണ്ടി നോംസും തയ്യാറാക്കി നൽകിയിരുന്നു. നോംസ് പാലിച്ച് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന കാര്യത്തിൽ ജില്ലാ ഘടകങ്ങളിൽ ചില ഭാഗങ്ങളിൽ വീഴ്ചകൾ വന്നു എന്ന് പാർട്ടിയുടെ അവലോകനത്തിൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജില്ലാ കമ്മിറ്റികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നോംസുകൾ ചിലയിടത്തെല്ലാം ലംഘിക്കപ്പെട്ടത് മൂലമുണ്ടായ റിബൽ ശല്യത്തെ തീർക്കുന്നതിന് ജില്ലാ കമ്മിറ്റികൾക്ക് വേണ്ട പോലെ സാവകാശം ലഭിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് പാർട്ടി മനസ്സിലാക്കിയിട്ടുള്ള വസ്തുത തന്നെയാണ്. അതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം അഴിമതിയാണ്. അഴിമതിയെക്കുറിച്ച് ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരുടെ ഭരണത്തിനെതിരെയാണ് എന്ന് ഞാൻ ആ കത്തിൽ വായിച്ചില്ല. അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ ഘടക കക്ഷിയെ എങ്ങനെയാണ് UDFും അതേപോലെ തന്നെ കോൺഗ്രസും കോടതിയും ജനങ്ങളും ഒക്കെ വിമർശിച്ചത് എന്ന് കേരളം കണ്ടതാണ്. ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിനോട് അടുത്ത കാലഘട്ടങ്ങളിൽ ചർച്ചകൾ ഉണ്ടായത്, കോടതിയുടെ പരാമർശം ഉണ്ടായത് എല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ള ഒരു വിശകലനം ആ കത്തിൻ്റെ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയ ഒരു വാക്ക് പോലും അദ്ദേഹം എഴുതിയതായി കണ്ടിട്ടില്ല. അദ്ദേഹം അല്ല എഴുതിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ കത്തിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. AICCയും ഈ കത്ത് ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കത്തിൻ്റെ ഒരു 2ാം പേജ് കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പും കാട്ടിക്കൊണ്ട് അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കത്തായിരുന്നു. ശരി, നമുക്ക് കത്തിന്റെ ആധികാരികതയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്തായാലും ഈ കത്തിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും KPCCക്ക് മറുപടി ഉണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിൽ കത്ത് വളരെ ഗൗരവമായി തന്നെ KPCC കാണുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി ലാലി വിൻസെന്റ് ഇപ്പോൾ അതിൽ കണ്ട കാര്യങ്ങൾ എന്താണെങ്കിലും അതിൽ ചിലതിനൊക്കെ മറുപടി പറഞ്ഞത്. അതിൽ ഇപ്പോൾ അങ്ങേക്ക് സംശയമുള്ളത് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങ് കണ്ട കത്തിനകത്തുള്ള ഒരു കാര്യം ഞാൻ വായിക്കാം. ഇമേജ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ ഹാസ് ബീൻ ടോട്ടലി സ്പോയിൽഡ്. സ്കാംസ്, ചാർജസ് ഓഫ് നെപ്പോട്ടിസം ആൻഡ് അതോറിറ്റേറിയനിസം ഹാസ് ഏലിയനേറ്റഡ് ദ പീപ്പിൾ ഫ്രം ദി കോൺഗ്രസ് ആൻഡ് UDF. ഈ ഇമേജ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചാണ് ശ്രീമതി ലാലി വിൻസെന്റ്. അതെ, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കത്തക്ക രീതിയിൽ മറ്റു പലരിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചെയ്തു എന്ന് ഒന്നാമത്തെ ആ കത്തിൻ്റെ ഓതൻറ്റിസിറ്റിയെ ആഭ്യന്തരമന്ത്രി നിഷേധിച്ചിട്ടുണ്ട്.
ആ കത്ത് എന്ന് പറയുന്ന ആ കടലാസിൽ കാണുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടങ്ങളിൽ, ആ തിരഞ്ഞെടുപ്പിന്റെ കത്തിനകത്ത് ഒരിക്കലും ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തു എന്നല്ല പറഞ്ഞത്. ഇതിന്റെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പരാജയത്തിന് ഇന്ന കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം വളരെ കരുതിക്കൂട്ടി ഉണ്ടായിട്ടുള്ളതാണോ? ആരെങ്കിലും അതിനകത്ത് കരുതിക്കൂട്ടി പാർട്ടിയെ കരുതേക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മുഖ്യമന്ത്രി എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നുള്ളതല്ല. പക്ഷേ ഇതൊക്കെ പുറത്തേക്ക് ആ ഇമേജ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് ദോഷകരമായി എന്ന ചൂണ്ടിക്കാട്ടൽ കത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ഭരണവും ജനങ്ങൾക്ക് ചെയ്ത ഇത്രയും കാലത്തെ ഉപകാരങ്ങളും ജനം അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കത്തിലില്ല. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അത് സോളാർ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിഴക്കപ്പെട്ടത്, ബിജു രാധാകൃഷ്ണൻ്റെ അനാവശ്യമായിട്ടുള്ള ജൽപ്പനങ്ങൾ, ബിജു രമേശിൻ്റെ ബാർക്കോഴ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയുടെ കത്ത് എന്ന വ്യാജേന പുറത്തിറങ്ങിയ കടലാസിൽ കാണപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷേ ശ്രീമതി ലാലി വിൻസൻ, ഞാൻ ഒന്നുകൂടി ഇടപെടട്ടെ, മറ്റുള്ള അതിഥികളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞ ബിജു രാധാകൃഷ്ണൻ എന്നോ ബിജു രമേശ് എന്നോ സോളാർ എന്നോ ഒരു വാക്കും ഈ കത്തിൽ അങ്ങ് തന്നെ പറഞ്ഞതിനെ കടമെടുത്താൽ ആഭ്യന്തരമന്ത്രിയുടേതെന്ന വ്യാജേന പുറത്തു വന്ന കത്തിലില്ല. പക്ഷെ അതിനകത്ത് കൃത്യമായി ഉണ്ട്, മുഖ്യമന്ത്രിക്ക് ഒരു ഇമേജ് നഷ്ടമുണ്ടായിട്ടുണ്ട്, അത് തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിച്ചു എന്ന്. അതിനോട് ഒറ്റ വാക്കിൽ എന്താണ് പ്രതികരണം? ഇമേജ് നഷ്ടപ്പെടുകയല്ല ചെയ്തത്, അദ്ദേഹത്തിന്റെ ഇമേജിന് കളങ്കം വരത്തക്ക രീതിയിൽ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ശരി, ഈ കത്തിൽ നിന്ന് അങ്ങനെ മാത്രമേ മറ്റുള്ളവർ വായിച്ചെടുക്കേണ്ടതുള്ളൂ എന്നാണ് ശ്രീമതി ലാലി വിൻസെന്റ് കരുതുന്നത്. ശ്രീ പി എം മനോജ് എങ്ങനെ പ്രതികരിക്കും? മുഖ്യമന്ത്രിയുടെ ഇമേജ് നല്ല ഇമേജാണ്, അത് ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എന്തായാലും ഈ കത്ത് വ്യാജമോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡോ എന്തോ ആവട്ടെ, പക്ഷെ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഭംഗ്യന്തരേണ അംഗീകരിച്ചുകൊണ്ടാണ് അതിന് 1, 2, 3 എന്ന് പറഞ്ഞ് KPCCയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി ലാലി വിൻസെന്റ് മറുപടി പറഞ്ഞത് എന്നതും അത്യാവശ്യം സന്തോഷകരമാണ്. ഇങ്ങനൊരു കത്ത് ഇത് വ്യാജമാണെന്ന് പറയുന്നു, ഇങ്ങനെ ഞാൻ കത്ത് എഴുതിയില്ല എന്ന് പറയുന്നു. ആരാ പറയുന്നത്? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എഴുതി എന്ന് പറയുന്ന ഒരു കത്ത് വ്യാജമായി ചില മാധ്യമങ്ങൾ, പീപ്പിൾ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കേസെടുക്കലാണ്. തൻ്റെ കത്ത് വ്യാജമായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു, അത് താൻ എഴുതിയ കത്തല്ല എന്ന് ഉറപ്പ് KPCC മുൻ KPCC പ്രസിഡന്റും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം ആർജവത്തോടെ നട്ടെല്ല് നിവർത്തി ചെയ്യേണ്ടത് ഇങ്ങനെ ഈ കത്ത് എൻ്റേതല്ല, അതുകൊണ്ട് ഇങ്ങനെ വ്യാജ കത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ഞാൻ കേസെടുക്കാൻ പോകുന്നു, പോലീസിനോട് നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. ശ്രീ പി എം മനോജ്, എന്തായാലും ആ കാര്യത്തിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ കത്ത് വന്നു എന്ന് പറഞ്ഞപ്പോഴും നിഷേധിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അതിനകത്ത് നടപടി അല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനു മുമ്പ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അതും കോൺഗ്രസിലാണല്ലോ ഇത്തരം വൃത്തികേടുകളാകെ നടക്കുക. അതായത് KV തോമസ്, കേന്ദ്രമന്ത്രിയായിരുന്ന KV തോമസിനെതിരെ ശോഭന ജോർജ് എന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും ചെങ്ങന്നൂർ പലവട്ട MLA ആയിട്ടുള്ള മഹതിയായ വ്യക്തി, അവർ ഒരു വ്യാജ കത്തുണ്ടാക്കി. ആ വ്യാജ കത്തുണ്ടാക്കി അത് പുറത്ത് വന്ന ഉടനെ അവരെ കൊണ്ടുപോയി പാതിരാത്രി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ അനുഭവം കേരളത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അതാണ് KPCC വൈസ് പ്രസിഡന്റ് ശ്രീമതി ലാലി വിൻസെന്റ് പറയേണ്ടത്. അത് അങ്ങനെ എതിർക്കാത്തത് കൊണ്ട് തന്നെ ആ കത്തിനെ കുറിച്ച് തൽക്കാലം KPCCക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് അതിന് മറുപടി പറഞ്ഞു പോകുന്നു. അത് ശരിയാണെങ്കിൽ ഇതൊക്കെയാണ് മറുപടി എന്ന് പറഞ്ഞു പോകുന്നു ശ്രീ പി എം മനോജ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് എന്താണ് പറഞ്ഞത്? ഈ പറഞ്ഞ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തല എഴുതിയതാണെങ്കിൽ അത് തെറ്റാണ്, റിബലുകളുടെ കാര്യത്തിൽ KPCCയെ കുറ്റപ്പെടുത്തണ്ട, അഴിമതി എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതായി കത്തിലൂടെ വായിച്ചെടുക്കേണ്ട, മുഖ്യമന്ത്രിക്കെതിരെ സ്കാമിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇമേജ് നഷ്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല, മറ്റുള്ള ചില കാരണങ്ങളാൽ ഇമേജ് നഷ്ടം ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിച്ചു എന്നൊക്കെ വായിച്ചാൽ മതിയോ ശ്രീ പി എം മനോജ്? അല്ല, ഇത് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുന്നുണ്ടെങ്കിലും ആ കത്ത് എന്ന് പറയുന്ന ശ്രീമതി ലാലി വിൻസെന്റ് പറയുന്നത് പോലെ പുറത്ത് വന്ന കടലാസ്, ആ കടലാസിൽ അക്കമിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമല്ല. ഇവിടെ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടിയുടെ ഇമേജ് അത് എവിടെ എത്തിയെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ആ ഇമേജ് കൊണ്ടാണല്ലോ എറണാകുളം മുതൽ കോയമ്പത്തൂർ വരെ പാതിരാത്രി 11 മണിക്ക് അവസാനിക്കുന്ന യാത്രയിൽ മാധ്യമങ്ങൾ കൂടെ പോയതും കേരളത്തിലെ
മുഴുവൻ ആളുകളും ഇപ്പം വരും വാട്സാപ്പ് ദൃശ്യം എന്ന് പറഞ്ഞ് കാത്തു നിന്നതും ആ ഇമേജിൻ്റെ ഗുണം കൊണ്ടാണല്ലോ. ആ ഇമേജിൻ്റെ ഗുണം കൊണ്ടാണല്ലോ നമ്മൾ രണ്ടാമത് ചർച്ച ചെയ്യാൻ പോകുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യാജമായ പ്രസ്താവന നടത്തിയപ്പോൾ അതിൻ്റെ വെറാസിറ്റി പോലും പരിശോധിക്കാതെ ഇത് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ ചടങ്ങിന് പങ്കെടുക്കാതിരുന്നത്. ആ ഇമേജിൻ്റെ ഗുണമാണല്ലോ ഇപ്പോൾ സോളാർ കമ്മീഷൻ്റെ തെളിവെടുപ്പിന് ഇടയിൽ ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇമേജിൻ്റെ ഗുണമാണല്ലോ ഫ്ലാറ്റ് കുംഭകോണം. ആ ഇമേജിൻ്റെ ഗുണമാണല്ലോ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പരസ്യമായി പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് തുനിയുമ്പോൾ അതിനെപ്പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത ദുർബലനായ അതായത് ഈ സ്വന്തം ചെയ്തികൾ കൊണ്ടാണല്ലോ ആളുകൾക്ക് ദൗർബല്യം വരിക. ആ ദൗർബല്യമുള്ള മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു കോൺഗ്രസ്സുകാരന് അല്ലെ കോൺഗ്രസ്സുകാരനെന്ന് അവകാശപ്പെടുന്ന ആൾക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ലാലി വിൻസെന്റ്, ഞാൻ ശ്രീ സജീവനിലേക്കും ശ്രീ ജെ ആർ പത്മകുമാറിലേക്കും ഒരു മിനിറ്റിന് അകം വരാം. ശ്രീമതി ലാലി വിൻസെന്റ്, ഇപ്പോൾ ശ്രീ പി എം മനോജ് വിലയിരുത്തിയ കാര്യം ശരിയാണെന്ന് പറയേണ്ടി വരില്ലേ? അതിനെ അടിവരയിടുന്ന കാര്യം ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഈ കത്തിലുണ്ട്. അങ്ങനെ തന്നെയാണ് അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന കത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? LDF was losing the elections from 2009 onwards, but this victory is significant. ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് LDFന് ഒരു പ്ലസ് മാർക്ക് നൽകാനും രമേശ് ചെന്നിത്തലയുടെ ഈ അപരൻ തയ്യാറായിരിക്കുന്നു. അല്ല, LDFന് മാർക്ക് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ പുതിയ ജൽപ്പനങ്ങളും BJPയുമായിട്ടുള്ള സഖ്യവും മൂലം SNDP വിഭാഗത്തിൽപ്പെട്ടതും ഈഴവ സമുദായത്തിൽപ്പെട്ടതുമായ സഹോദരങ്ങൾ LDFന് നൽകിയിരുന്ന വോട്ടുകൾ LDFന് നൽകാതെ BJPക്ക് നൽകിയേക്കുമോ എന്നുള്ള ഒരു കണക്ക് കൂട്ടലുകൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളായി LDFനെ തുണച്ചുകൊണ്ടിരുന്ന ഈഴവ സഹോദരങ്ങൾ LDFന് തന്നെ വോട്ട് നൽകുകയും അത് LDFന് അവരുടെ സങ്കല്പത്തിന് അതീതമായി വിജയിക്കുന്നതിന് ഒരു കാരണമായി മാറുകയും ചെയ്തു. പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾക്കുണ്ടായ ചില അപാകതകളിൽ അപരന്മാർ വന്നതും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് വീഴ്ചയായി മാറിയിട്ടുണ്ട്. BJPക്ക് ചില ഭാഗങ്ങളിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഗൗരവമായി തന്നെ KPCC കാണുന്ന വിഷയമാണ്. ഇതൊന്നും മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് എതിരെയുള്ള ജനത്തിന്റെ വിധിയായി ഞങ്ങൾ KPCC ഭാരവാഹികൾ കണ്ടിട്ടുണ്ട്. ശ്രീ A സജീവൻ, എന്തായാലും KPCCയുടെ ഭാരവാഹികൾ കുറഞ്ഞപക്ഷം ശ്രീമതി ലാലി വിൻസെന്റിനെ പോലുള്ളവരെങ്കിലും മനസ്സിൽ കരുതിയിട്ടുള്ളതും നേരത്തെ വിശകലനം ചെയ്തതും ഒക്കെ തന്നെയാണ് ഈ രമേശ് ചെന്നിത്തലയുടെ പേരിലിറങ്ങിയ കത്തിലും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ ഇവരൊക്കെ ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കത്തിലും വരുന്നത്. അതിൽ ഒരു വിയോജിപ്പ് ഈ ഘട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന അർത്ഥമില്ല. ശ്രീമതി ലാലി വിൻസെന്റ് എന്നോട് പിണങ്ങിയാലും അതുകൊണ്ട് മാത്രമായിരിക്കാം മുഖ്യമന്ത്രിയെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നത് ഈ ഘട്ടത്തിൽ. അതല്ലാതെ ബാക്കി ഈ കത്ത് മുഴുവൻ KPCC വിലയിരുത്തിയ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ്, ശ്രീ രമേശ് ചെന്നിത്തലയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയാമോ ശ്രീ സജീവൻ? അല്ല, ഇതിന് തൊട്ട് മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞത് ഇത് രമേശ് ചെന്നിത്തല എഴുതിയ കത്തല്ല, പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വ്യാജമാണ് എങ്കിൽ പോലും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും ഞങ്ങളുടെ മനസ്സിലുള്ളതുമായ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. എന്തായാലും ഈ വ്യാജരേഖ ചമച്ച ആൾക്ക് എന്തായാലും കോൺഗ്രസ്സുകാരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞ പ്രശ്നങ്ങളാണ്. നമ്മൾ എഴുതിയത് ആരല്ല എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയാൽ പലപ്പോഴും ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തില്ല. ഇത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം കുറേ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ അവസ്ഥയെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുള്ളതാണ് ഈ കത്തിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് നിഷേധിക്കുന്ന സമയത്ത് പോലും ഇവർ ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്തണം എന്നുള്ളതാണ്. ഇവിടെ ലാലി വിൻസെൻ്റ് ഉൾപ്പെടെ പറഞ്ഞല്ലോ, ഇത് തെറ്റാണെങ്കിൽ സത്യത്തിൽ എന്താണ്, ഇതിവിടെ ഒരു ചർച്ചയ്ക്കേ വഴിവെക്കില്ല, ചർച്ചയുടെ വിഷയമേ ആകില്ല. ഒറ്റ കാര്യമില്ല, നേരത്തെ മനോജ് പറഞ്ഞ പോലെ ഇത് കേസെടുക്കണം. ഒരു വ്യാജരേഖ കേസിൽ നമുക്ക് അറിയാവുന്നതാണല്ലോ, ഒരു വ്യാജരേഖ പ്രശ്നം വന്ന സമയത്ത്
ഉടൻ കേസിലേക്ക് പോകുന്നു, കാര്യങ്ങൾ ഉണ്ടാകുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ ഒറ്റ തീരുമാനമെടുത്താൽ KPCCക്ക് ഒറ്റ തീരുമാനമെടുത്താൽ മതി, അല്ലെങ്കിൽ സർക്കാരിനൊരു തീരുമാനമെടുത്താൽ മതി. ഇതൊക്കെ ഇപ്പോൾ ഇതിന് അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് നമ്മളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് ആരെഴുതി എന്തെഴുതി പക്ഷേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിവിടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും കുറേ ആരോപണങ്ങളാണ്. അതിന് നമ്മൾ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഇത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേരിടുന്ന കുറേ പ്രശ്നങ്ങളാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് ശേഷം നടക്കുന്ന കാര്യങ്ങൾ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം എടുത്താൽ മതി. അവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമായി പോയത്? അത് തന്നെയാണ് വന്നത്. ശ്രീമതി ലാലി വിൻസെന്റ്, ഇപ്പോൾ ശ്രീ സജീവനും ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ ശ്രീ PM മനോജ് പറഞ്ഞ ആ കാര്യം തന്നെ, അതിനൊരു മറുപടി എന്തായാലും സാധാരണക്കാരുടെ മുന്നിലെങ്കിലും പറയേണ്ടി വരും. ഞാൻ ആ ചോദ്യം ഒഴിവാക്കാൻ നോക്കിയതാണ്. ഒരു KPCCയുടെ തലപ്പത്തിരിക്കുന്നവർ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് ഇത് വ്യാജക്കത്തല്ലെങ്കിലും നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, ചർച്ചയും പോകണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് സാധാരണക്കാരുടെ മുന്നിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു വ്യാജക്കത്താണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? നിങ്ങൾ അതിനകത്ത് മുൻപ് ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ വഴിയെ പോകണ്ടേ? ശ്രീമതി ശോഭന ജോർജിനുണ്ടായ ആ ഒരു ചരിത്രം ഇവിടെ എന്തുകൊണ്ട് മറക്കുന്നു ശ്രീമതി ലാലി വിൻസെന്റ്? ഇതേക്കുറിച്ച് കൃത്യമായി ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു കത്തയക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഡൽഹി ബന്ധങ്ങളെക്കുറിച്ച് ലാലിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് സംസാരിക്കാനും നേരിട്ട് കാര്യങ്ങൾ പറയാനും സാഹചര്യമുള്ളപ്പോൾ ഒരു കത്തെഴുതി അത് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് നൽകി സ്വയം അപഹാസ്യനോ മറ്റുള്ളവരെ അപഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ തലപ്പത്തുണ്ടായ ചർച്ചകളുടെ തീരുമാനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചർച്ചകളിൽ സംഭവിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കത്ത് രൂപപ്പെട്ടതിനെക്കുറിച്ച് സ്വാഭാവികമായും ഞാൻ അന്വേഷിക്കാതിരിക്കില്ല. എനിക്ക് പറയാനുള്ളത് ഇതാണ്, അദ്ദേഹം ആ കത്തിനെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ കത്തിലെ ഉള്ളടക്കത്തിൽ ഞാൻ നിഷേധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, സംഘടനാപരമായി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്ന കാലത്താണ് 2010 മനോഹരമായ വിജയം കേരളത്തിൽ ത്രിതല പഞ്ചായത്ത്. നേരത്തെ ശ്രീമതി ലാലി വിൻസെന്റ് അത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടപെടട്ടെ. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെപ്പോലുള്ളവർ പറയുന്നത് പോലെ സാധാരണ കോൺഗ്രസ്സുകാരുടെ വികാരം തന്നെയാണെങ്കിൽ, അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എതിർക്കാനുള്ളതെങ്കിൽ, ചില പേരുകൾ പറഞ്ഞതിനെക്കുറിച്ച് മാത്രമാണ് പറയാനുള്ളതെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല അല്ല എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വികാരം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ശ്രീ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, മുന്നോട്ട് വരുന്നില്ല? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ നേതാവിൻ്റെ പേരിൽ ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു, അങ്ങ് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വലിയ താക്കീത് മുൻകാല ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം എടുക്കാത്ത ചങ്കൂറ്റം, സമയമായിട്ടും എടുക്കാത്ത രമേശ് ചെന്നിത്തലയെ ഓർമ്മിപ്പിക്കുകയാണോ ചെയ്യുന്നത് ശ്രീമതി ലാലി വിൻസെന്റ്? ഇത് ഞങ്ങൾ 14 ജില്ലകളിലെയും തെരഞ്ഞെടുപ്പിൻ്റെ വിജയ പരാജയങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്തപ്പോൾ ചർച്ചയിൽ രൂപപ്പെട്ടു വന്ന ചില അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന് എനിക്കറിയാം. ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പ് ഫോർജ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ചെയ്തുവോ എന്ന് എനിക്കറിയില്ല. ആധികാരികമായി അതേക്കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിയല്ല, ഞാൻ അജ്ഞയാണ് അതേക്കുറിച്ച് പറയാനായിട്ട്. പക്ഷേ ഉള്ളടക്കത്തിൽ ഉണ്ടായ ചർച്ചകൾ ഇതൊക്കെ തന്നെയായിരുന്നു. അതിൽ സംഘടനാപരമായി 2010 വിജയം അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം തന്നെയായിരുന്നു. പക്ഷേ 2005 സംഘടന ഉയർന്നില്ല എന്നുള്ള ശരിയാണ്. അല്ല 2005 അമ്പേ തോറ്റുപോയ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും കോർപ്പറേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് 2015 ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. അതിൽ മദ്യമോ അല്ലെങ്കിൽ ബാർക്കോഴയോ സരിതയുടെ സോളാർ സ്കാമോ ഒന്നും അത്രമാത്രം ജനങ്ങളെ ആവേശിച്ചതായി തോന്നിയില്ല. പകരം കോൺഗ്രസ് ഇതുവരെ നടത്തിയതായി നമുക്ക് വിവരമില്ല, നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ശ്രീമതി ലാലി വിൻസെന്റ്, ഞാൻ തിരിച്ച് വരാം. ശ്രീ JR പത്മകുമാർ, സംസ്ഥാന ആഭ്യന്തര മന്ത്രിയുടെ കയ്യൊപ്പാണ് അങ്ങനെയാണെങ്കിൽ ഫോർജ് ചെയ്ത് ഒരു കത്ത് ഉണ്ടാക്കിയിട്ടും ഇപ്പോഴും അത് ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യം അതിൽ നിന്ന് തുടങ്ങാം.
അല്ല, ഫോർജറാണെന്ന് അവർക്ക് വിശ്വാസമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നടപടിയെടുക്കുന്നത്. മനോജ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ കള്ള ഒപ്പിട്ടൊരു പരാതി വന്നു. അത് ഫോർജഡ് ഡോക്യുമെൻറ്റിനെ ജെനുവിനാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രൈമ ഫേസി അതൊരു ഒഫൻസ് അല്ലേ? വളരെ ഗൗരവമായൊരു കുറ്റമല്ലേ? ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് EQന് വേണ്ടിയിട്ടൊരു കത്തെഴുതി കള്ള ഒപ്പിട്ടൊരു മന്ത്രിയെ കൊടുത്തതിന് കേസെടുത്ത സംസ്ഥാനമാണ് ഇവിടെ. അപ്പോൾ ഇത് സത്യമാണെന്നുള്ളത് ഈ ബിന്ദുകൃഷ്ണ മാത്രമല്ല, ഇന്ന് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസ്ഥാനം വന്നിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയവികാരമാണ് അതിൽ ഉള്ളത് എന്നുള്ള കാര്യം. ഇപ്പോൾ ലാലി വിൻസെൻ്റ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അക്കമിട്ട് പറയുമെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രധാന ഉമ്മൻചാണ്ടിയെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പെർഫോമൻസ് ഓഫ് ദി ഗവൺമെൻറ് ഈസ് ദി മേജർ റോൾ ഇൻ ദി പുവർ പെർഫോമൻസ് ഓഫ് ലോക്കൽ ബോഡി ഇലക്ഷൻ. അത് എന്താ ഉദ്ദേശിക്കുന്നത്? വി മെയ്ഡ് എ മിസ്റ്റേക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്. സർജിക്കൽ മെഷേഴ്സ്, സീരിയസ് സർജിക്കൽ മെഷേഴ്സ് നീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ കോസ്മെറ്റിക് സർജറി ഇത് പോരാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സീരിയസ് സ്റ്റഡി ആൻഡ് സർജറി ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അറിയാം. ഈ രണ്ട് നേരത്തെ ഉമ്മൻചാണ്ടിയും സുധീരനുമായിട്ടായിരുന്നു ഫൈറ്റെങ്കിൽ അത് നമുക്കറിയാം. ബാർ നയം എങ്ങനെയാണ് അത് ചർച്ച ചെയ്തതെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് മാറിയിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി വന്നിട്ടുള്ള തർക്കം 2016 തെരഞ്ഞെടുപ്പാണ്. അതിന് അദ്ദേഹം ഇപ്പോൾ വേറെ ചില ഈ കത്തിൻ്റെ ആധികാരികത മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. 2016 ഞങ്ങൾ ജയിക്കും, പക്ഷേ ജയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ വേണം. എന്താ കാര്യം? സർജറി വേണം. എന്താണ് സർജറി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ മാറ്റണമാണോ, ലയൻ മാറ്റണമാണോ, അഴിമതി മാറ്റണോ? പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ വിലയിരുത്തി നോക്കുമ്പോൾ കേരളത്തിൽ ജനങ്ങൾ കാലാകാലമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് സ്വജനപക്ഷപാതം, അഴിമതി. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുണ്ട്. മുമ്പൊക്കെ മുഖ്യമന്ത്രി ആളുകളെ സഹായിക്കുന്നുള്ള ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് സമീപകാല വർത്തമാനകാല രാഷ്ട്രീയം. അല്ല, അതിന് എനിക്കുള്ള ഉത്തരം കോസ്മെറ്റിക് സർജറി പോരാ എന്ന് ആ കത്തിൽ കണ്ടത് ഈ സാധാരണഗതിയിൽ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് പാർട്ടി എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കും ആനുകൂല്യങ്ങൾ നൽകുകയും അവരെ വേണ്ട രീതിയിൽ അംഗീകരിച്ച് പ്ലേസ്മെൻറ്റ് നൽകുകയും ചെയ്തിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നായർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് എങ്കിലും ക്രിസ്ത്യൻ മുഖ്യമന്ത്രി, ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള KPCC പ്രസിഡന്റ്, നായർ വിഭാഗത്തിൽ നിന്നുള്ള ആഭ്യന്തരമന്ത്രി എന്നിങ്ങനെ മതപരമായ വേർതിരിവുകളോടെ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിനും ക്ഷേത്രങ്ങളുടെ ധനവരുമാനം ഉൾപ്പെടെയുള്ളത് സർക്കാർ എടുക്കുന്നു എന്നും അതേപോലെ തന്നെ ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കത്തക്ക രീതിയിൽ BJP അഴിച്ചുവിട്ടിട്ടുള്ള ഇത്തരം ആരോപണങ്ങളും ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ അനാവശ്യമായ പാർട്ടി സൃഷ്ടിയും അതിൻ്റെ പേരിൽ ഈഴവ സമുദായത്തോടുള്ള ആഹ്വാനങ്ങളും ഇവിടെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പോറലുകളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അംഗീകാരം നൽകിക്കൊണ്ട് എല്ലാ മതങ്ങളും കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ മത ആചാരങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം വേണമെന്ന് പറഞ്ഞത്. കത്തിൽ വളരെ വ്യക്തമായിട്ട് വായിച്ച കത്ത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. മന്ത്രിസഭയ്ക്കകത്ത് മൈനോറിറ്റിയുടെ ഒരു വലിയൊരു ആധിക്യം ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? അത് തന്നെയാണ് ശ്രീമതി ലാലി വിൻസെന്റ്. അതായത് കൃത്യമായി പറഞ്ഞാൽ മന്ത്രിസഭയുടെ കാര്യം മാത്രമല്ല, ഈ പറഞ്ഞ കോസ്മെറ്റിക് ചേഞ്ച് പോരാ എന്ന് പറയുമ്പോൾ, നല്ല സർജറി വേണമെന്ന് പറയുമ്പോൾ ലാലി വിൻസെന്റ് പരത്തി പറഞ്ഞ ആ കാര്യം മത സാമുദായിക അടിസ്ഥാനത്തിലുള്ള ഒരു ഇക്വേഷൻ ബാലൻസ് തെറ്റുന്നു എന്ന് പറയുമ്പോൾ അത് നേതൃത്വത്തിലാണ് പ്രശ്നം. നേതൃത്വം, ഈ നേതൃത്വവുമായി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വവുമായി മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അവിടെ മറ്റൊരു സാമുദായിക നേതൃത്വം ഉണ്ടാകണം എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ ലാലി വിൻസെന്റും പറഞ്ഞത്. ആ ഒരു വിഷയത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് ചർച്ചയുണ്ട്. കാരണം ഈഴവ സഹോദരങ്ങൾ LDFനെ വിട്ട് BJPയിലേക്കോ BJPയിലും LDFിലും പോകാതെ കോൺഗ്രസിൻ്റെ കൂടെയോ നിൽക്കേണ്ടതായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. നായർ സമുദായം അവരുടേതായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെ 101 വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ചെറിയ ചെറിയ ഉന്നത കുലജാതരെന്ന് അവകാശപ്പെടുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ സാമുദായിക പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടാത്തതിൻ്റെ
പേരിൽ അവർ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിൽ തന്നെ ചില ആളുകൾക്ക് പരിഗണനകൾ ലഭിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ കൊടുത്തതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പഠിക്കുന്നത് തന്നെയാണ്. ഞങ്ങളിതെല്ലാം പഠിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു മാലയിൽ തീർത്ത പുഷ്പങ്ങൾ പോലെ മനോഹരമായി കൊണ്ടുവരുന്നതിന് വേണ്ട റാഡിക്കൽ ചേഞ്ച് വേണമെന്ന് ചർച്ച ചെയ്താൽ അതിലെന്താ തെറ്റുള്ളത്? അത് മാത്രമാണ് കത്ത്. റാഡിക്കലല്ല, സംഘരാടി പറഞ്ഞ പോലെ അന്തർധാര. അല്ലല്ല, ഇവിടെ രമേശ് ചെന്നിത്തലയെ നമ്മൾ പലരും ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കത്ത് കോൺഗ്രസിൻ്റെ വികാരമാണ് എന്ന്, അതായത് ജില്ലയിലെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ചർച്ച ചെയ്തത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള കത്താണ് എന്നാണ് ശ്രീമതി ലാലി വിൻസെൻ്റ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ ആ ഒരു ചുരുക്കം വരുമ്പോൾ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞതെന്നും കൂടി ആലോചിക്കണം. ആ പറഞ്ഞത് നായർ വോട്ട് ചോർന്നു പോകുന്നതാണ്. നായർ വോട്ട് ഒരു ഭാഗത്ത് BJPക്ക് പോകുന്നു, വേറൊരു ഭാഗത്ത് LDFന് പോകുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ നിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് മറ്റ് വർഗീയ ചിന്തകളില്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതെങ്കിൽ കോൺഗ്രസിൻ്റെ മതേതരത്വം യഥാർത്ഥ മതേതരത്വമാണെന്ന് പറയാമായിരുന്നു, മതനിരപേക്ഷതയാണെന്ന് പറയാമായിരുന്നു. ഇവിടെ കപട മതേതരത്വമെന്ന് BJP ആരോപിക്കുന്ന കാര്യം അത് കോൺഗ്രസ് കപട മതേതരവാദികളാണ് എന്ന് സ്വയം സമ്മതിക്കുന്നത് പോലെയുള്ള കത്താണ് രമേശ് ചെന്നിത്തല അയച്ചത്. എന്തുകൊണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെൻ്റ് പറഞ്ഞതും ഈഴവ സഹോദരങ്ങൾ, നായർ സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ എന്നൊക്കെയാണ്. അല്ലാതെ മനുഷ്യരായിട്ട് ഇവർക്ക് ജനങ്ങളെ കാണാൻ കഴിയുന്നില്ല. സജീവൻ, ഒരു മിനിറ്റിൽ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുൻപ് താങ്കൾ പെട്ടെന്ന് താങ്കളുടെ ഒരു അഭിപ്രായം കൂടി, താങ്കൾ ചിരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വിശകലനം കേട്ടപ്പോൾ. എവിടെയാണ് താങ്കൾക്ക് അത്രമാത്രം ചിരിക്കാനുള്ള വക കിട്ടിയത്? അല്ല, ഞാനിതിൽ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നതിൽ ലാലി വിൻസെൻ്റ് അതിന് കൊടുത്തുള്ള വ്യാഖ്യാനം കേട്ടപ്പോൾ എനിക്ക് പിടിയിട്ടില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് അതിന് പിന്നാലെ ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് അവസാനത്തിലെത്തിയപ്പോഴും പിടികിട്ടിയില്ല എന്താണ് കാര്യം എന്നുള്ളത്. വളരെ വ്യക്തമാണ് ആ കത്തിലെ കാര്യങ്ങൾ. ആ കത്തിലെ കാര്യങ്ങൾ അതിന് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ അതിന് പകരം ഇപ്പോൾ ഇങ്ങനെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ ശ്രീ സജീവൻ, താങ്കൾ അത് തുറന്നു പറയൂ, എന്താണത്? അല്ല, ഇത് ഞാൻ അല്ല ചോദ്യത്തിൽ ഉള്ളപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്. എന്തായാലും എനിക്ക് തോന്നിയുള്ള കാര്യം, ഇത് മൊത്തം കേൾക്കുന്ന ആളുകൾക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒന്നാക്കി മാറ്റുകയാണ്. ഇവിടെ കത്തിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നിലപാടാണെങ്കിൽ അത് ശക്തമാണെന്ന് പറയണം. കോൺഗ്രസ് നേതാക്കന്മാർ പറയേണ്ടത് അതാണ്. അതല്ലെങ്കിൽ ഇത് തമാശയാണെങ്കിൽ തമാശ ആണെന്ന് പറയണം. ഇതെല്ലാം ഇത് വേറെ ആരെങ്കിലും എഴുതിയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞിട്ട് കേസെടുക്കണം. ഇതിന് പകരം ജനങ്ങൾക്ക് പിടികിട്ടാത്ത രൂപത്തിൽ ഇനി വ്യാഖ്യാനിച്ച് പോകുന്നു എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളിലൊക്കെ വരുന്നത് നമുക്ക് കേൾക്കുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കണമല്ലോ, അവരെങ്ങനെ ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കണമല്ലോ. ഇവിടെ പറയുന്ന പ്രശ്നങ്ങൾ ഓരോന്നുമുണ്ട്. അത് കോൺഗ്രസ്സുകാരുടെ വികാരമാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റോ ശരിയോ എന്തായാലും അത് ആ പ്രശ്നമുണ്ട്. ശ്രീമതി ലാലി വിൻസെന്റ്, എന്താണ് ഇപ്പോൾ ഇതിന് മറുപടി പറയുക? ഈ പറഞ്ഞ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു വോട്ട് മുഴുവൻ BJPയിലേക്ക് പോയി, കോൺഗ്രസിൻ്റെ വോട്ടുകൾ തന്നെ BJPയിലേക്ക് പോയി എന്നുള്ളതൊക്കെയാണല്ലോ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്കൊക്കെ എത്തുന്നതിന് കാരണം. അതിന് പലതും തുറന്നു പറയാതെ നിങ്ങളും സമ്മതിക്കുന്ന ഈ കത്തിലെ ഈ പരാമർശങ്ങൾ ഇപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക? സ്വാഭാവികമായും ഞങ്ങളുടെ വിജയപരാജയങ്ങളെ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്, എല്ലാ മതവിഭാഗങ്ങളെയും കോൺഗ്രസ് പാർട്ടിയുടെ ആദർശങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആകർഷിച്ച് നിർത്തണമെന്നുള്ളത്. ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ നയവും അത് തന്നെയാണ്. ആ നയം നടപ്പിലാക്കുന്നതിനും ഇനിയും ഭംഗിയായി പുരോഗമിക്കുന്നതിനും വേണ്ടതായ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കും. അതിലെന്താ തെറ്റുള്ളത്? അതെല്ലാം ചർച്ചയിൽ വന്ന കാര്യങ്ങളാണ്. മനുഷ്യരെ മനുഷ്യരായി കാണുന്നു, ശരി തന്നെ. പക്ഷേ മനുഷ്യരുടെ വിശേഷണങ്ങളാണ് ജാതിയും മതവും. അതും ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ അവരെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഒരു മതസ്ഥരെയും കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവരെ സന്തോഷിപ്പിക്കണം, അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം, അവരെ ഞങ്ങളുടെ കൂടെ നിർത്തണം. അതിന് വേണ്ട പദ്ധതികൾ അവരെ നിങ്ങളുടെ കൂടെ നിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത്? കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്താണ് പറഞ്ഞത്? ഇതാ, ഞങ്ങൾ ഇടതുപക്ഷവുമായി അല്ല മത്സരിക്കുന്നത്, BJPയാണ് ഞങ്ങളുടെ പ്രതിയോഗികൾ എന്ന് പറഞ്ഞത് ഈ കൂട്ടരെ നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി ആയിരുന്നോ? അതിൻ്റെ ഫലം എന്തായിരുന്നു? 7/11/2015 ശ്രീ രമേശ് ചെന്നിത്തല ആ റിസൾട്ട് വന്ന അന്നത്തെ ദിവസം എഴുതിയ കത്താണ്. ആ കത്തിന് കാരണമായത് ആ കമന്റ് കൂടിയാണെന്ന് ഓർക്കണം ശ്രീമതി ലാലി വിൻസെന്റ്.
അല്ല, ഞാൻ ആ കത്ത് അദ്ദേഹം എഴുതിയെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എഴുതി ആ കത്ത് എന്ന് പറയാതെ കത്തിൻ്റെ കണ്ടൻസ് അത് ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പിനും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയങ്ങളും സ്ട്രാറ്റജിയും ഉണ്ട്. മറുപടി പറഞ്ഞിട്ട് പോലെ കത്തിൽ പറയുന്നുണ്ട് അദാനിയുമായി ഒപ്പിട്ടത് നമ്മുടെ രാഹുൽ ഗാന്ധി ബൂട്ട് സൂട്ട് എന്നൊക്കെ പറഞ്ഞ് മോഡിയുമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് തെറ്റായി പോയി എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം? അത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അല്ല, ഈ കത്തിൽ അങ്ങനെ ഒരു വാചകമുണ്ട്. അല്ല, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള നയം അസംബ്ലിയിൽ അവർക്ക് ചോദ്യം ചെയ്യാം, ക്യാബിനറ്റിൽ ചോദ്യം ചെയ്യാം. ഞാൻ ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല ചോദ്യം ചെയ്യാൻ. അത്തരം കാര്യങ്ങളിൽ ഉയരത്തിലുള്ള ആരോ ആണ് ഈ കത്ത് എഴുതിയതെന്ന് ശ്രീമതി ലാലി വിഴിഞ്ഞം കരാറിൽ ഏർപ്പെട്ടത് ശരിയായില്ല, അത് കേന്ദ്ര ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിരുന്നു എന്ന കത്തിൽ പരാമർശം പാർട്ടി ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള നയങ്ങളാണ്. അത് അസംബ്ലിയിലും ക്യാബിനറ്റിലും പാർലമെന്റിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഉത്തരം പറയുന്നത് PM മനോജ്, എന്തായാലും ഏകാധിപത്യ നിലപാടെന്ന ചെന്നിത്തലയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നാണ് കോടിയേരി ഈ കത്തിനെ നിയമസഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് വൈകിട്ട് പറഞ്ഞതായി വാർത്തകൾ വന്നിട്ടുള്ളത്. അതായത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏകാധിപത്യപരമായിട്ടുള്ള ചില നിലപാടുകൾ ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിലൊരു കത്തെഴുതുന്നതിന് കാരണമായിട്ടുണ്ട്. അതിനോട് പ്രതിപക്ഷവും യോജിക്കുന്നു. എവിടെയൊക്കെയാണ് പ്രതിപക്ഷം ഈ കത്തിൽ കൃത്യമായി ഈ യോജിപ്പ് പ്രകടിപ്പിക്കുന്നത്? ഏകാധിപത്യപരമായ നിലപാട് തന്നെയാണ് ആദ്യത്തെ യോജിപ്പ്. കാരണം ഇവിടെ ഒരു ഗളിവറും കുറേ കുള്ളന്മാരും എന്ന നിലയിലാണ് ഈ മന്ത്രിസഭയെ ഉമ്മൻചാണ്ടി കൊണ്ടുപോകുന്നത്. മറ്റൊരു മന്ത്രിക്കും ഒരു വോയിസും ഇല്ല, മറ്റൊരു മന്ത്രിയും നമ്മൾ നാട്ടുകാർ കാണുന്നില്ല. കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു വകുപ്പോ മന്ത്രിയോ ഉണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും ഈ അടുത്ത കാലത്ത് അറിയോ? മുഖ്യമന്ത്രി തന്നെയാണ് എല്ലാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സഹായികളായ KC ജോസഫിനെ പോലെയുള്ള മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ബാഗ് തൂക്കുന്ന ആളുകൾ. അതല്ലാതെ അതിലപ്പുറമുള്ള മന്ത്രിമാരുടെ സ്വതന്ത്രമായ പ്രവർത്തനമോ ഇടപെടലോ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണാനില്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്നു, അദ്ദേഹം പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് പോലും റോളില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. കാരണം രക്ഷപ്പെടുത്താനുള്ളത് മുഖ്യമന്ത്രിയാണ്, രക്ഷപ്പെടുത്താനുള്ളത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്. അപ്പോൾ പോലീസ് വകുപ്പ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയുടെ താല്പര്യപ്രകാരം മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള, കുറേ കാലങ്ങളായിട്ടുള്ള, മാസങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങൾ എടുത്തു നോക്കുക. അതുകൊണ്ട് തന്നെ ഈ കത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ ജാതീയ പ്രീണനം, നായർ വോട്ട് പോകുന്നു, അതുകൊണ്ട് കുഴപ്പമാണ് എന്ന് പറയുന്നതിൽ ഉപരിയായിട്ടുള്ള മറ്റ് കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അഴിമതി, പ്രതിച്ഛായ നഷ്ടം, കഴിഞ്ഞ നമ്മൾ കുറേ കാലമായല്ലോ കേരളത്തിലെ രാഷ്ട്രീയം കാണുന്നത്. ഇതുപോലെ ഇത്രയും മോശമായ അവസ്ഥ, ഇത്രയും മോശമായി പ്രതിച്ഛായ നഷ്ടപ്പെട്ട, ഇത്രയും മോശമായി ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമായ ഒരു ഗവൺമെൻറ് വേറെ ഉണ്ടായിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടുണ്ടോ? എണ്ണ എടുത്തു നോക്കൂ. ഈ പ്രതിപക്ഷത്തിന്റെ ഈ വികാരം തന്നെയാണ് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കും ഉള്ളതെന്ന് ശ്രീ ചന്ദ്രശേഖരനും ശ്രീമതി ബിന്ദു കൃഷ്ണയും പറയാതെ ശ്രീമതി ലാലി വിൻസെന്റും ഒക്കെ സമ്മതിച്ചു കഴിഞ്ഞതാണ്. ഞാൻ തിരിച്ചെത്താം ശ്രീ PM മനോജ്. കോൺഗ്രസ് വക്താവ് ശ്രീ പന്തളം സുധാകരൻ കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ശ്രീ പന്തളം സുധാകരൻ, കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ആദ്യം പ്രതികരിക്കേണ്ടി വരുന്നത്, ഇങ്ങനെ ഒരു കത്തുണ്ടോ? കത്തില്ല. ഇതാരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കുത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ശ്രീ രമേശ് ചെന്നിത്തല കഴിഞ്ഞ 10-40 വർഷമായി കേരള രാഷ്ട്രീയ വിദ്യാർത്ഥി യൂണിയനിലൂടെ കടന്നു വന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വാത്സല്യവും പിന്തുണയും കൊണ്ട്, അതുപോലെ അതിനുശേഷം ശ്രീ K കരുണാകരനെ പോലുള്ള ഉന്നത നേതാക്കന്മാരുടെ പരിലാളനയിൽ വളർന്നു വന്ന നേതാവാണ് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് ശ്രീമതി സോണിയാഗാന്ധിക്കോ ഹൈക്കമാൻഡോ എഴുതേണ്ട ഒരു ആവശ്യമില്ല. പന്തളം സുധാകരൻ, ഇതുവരെ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്രയും പാരമ്പര്യമുണ്ട്, ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ട ആവശ്യമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ പകർത്തിയ കത്താണിത്. അല്ല, അത് ഏതൊരു ദുഷ്ട ലാക്കോടുകൂടി പലപ്പോഴും നമ്മുടെ VS അച്യുതാനന്ദൻ അദ്ദേഹം പറയാറുള്ളത് പോലെ സത്യത്തിൽ ഇരുട്ടിൽ കറുത്ത പൂച്ചയെ തപ്പതിന് തുല്യമാണ്. മാത്രമല്ല അങ്ങനൊരു കത്ത് താൻ എഴുതിയിട്ടില്ല എന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, അതിനേക്കാൾ അപ്പുറം രമേശ് ചെന്നിത്തലയെ പോലുള്ള ഉന്നതനായ ഒരു സംസ്കാര സമ്പന്നനായ ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നു മാത്രമാണ്. ശ്രീ പന്തളം സുധാകരൻ, ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ചർച്ച ചെയ്യുന്നു. KPCC തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ KPCC വക്താക്കൾ തന്നെ പറയുന്നുണ്ട്. ഈ കത്തിനകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് മറുപടികളുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഈ കത്ത് ഞാൻ എഴുതിയിട്ടില്ല. സാങ്കേതിക അർത്ഥത്തിൽ ഈ കാലത്ത് ഇത് എഴുതിയതല്ലോ, കത്ത് അങ്ങ് തന്നെ ഞാൻ കാണിച്ചു തരാം, ടൈപ്പ് ചെയ്തതല്ലേ, ഇംഗ്ലീഷിലെ ടൈപ്പ് ചെയ്ത കത്താണ്.
ഇത് ഞാൻ അയച്ചിട്ടില്ല, അദ്ദേഹം ആയിരിക്കില്ല അയച്ചത്, പല കത്തുകളും അദ്ദേഹം അല്ല അയക്കുന്നത്. ഇങ്ങനെ രണ്ട് സാങ്കേതികത്വത്തിൽ പറയാവുന്ന മാത്രം കാര്യങ്ങളാണത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ കോൺഗ്രസ് വക്താവായ മുൻ മന്ത്രി കൂടിയായ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇത് അന്വേഷിക്കണം. മുൻപ് കത്തുകൾ, കോൺഗ്രസിനെ വെട്ടിലാക്കിയ കത്തുകൾ അന്വേഷിച്ച പാരമ്പര്യമുണ്ട്. ആ അന്വേഷണത്തിലേക്ക് പോകണം. അങ്ങനെ ഒരു ആവശ്യം വന്നോ? അത് ചെയ്യുന്നുണ്ടോ? ആഭ്യന്തരമന്ത്രിയുടെ കയ്യൊപ്പാണ് ഫോർജ് ചെയ്യപ്പെട്ടത് അങ്ങ് പറയുന്നത് ശരിയാണെങ്കിൽ? അത് തീർച്ചയായിട്ടും ശ്രീ ഡോക്ടർ ലാൽ പറഞ്ഞ ശരിയായൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് അധികാര രാഷ്ട്രീയത്തിൽ, അത് ലോകവ്യാപകമായി അധികാര രാഷ്ട്രീയത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ചതിയും വഞ്ചനയും ഒക്കെ നടന്ന കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലും എത്രയോ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഏതെങ്കിലും ഉദ്ദേശത്തോടു കൂടി ഗൂഢാലോചനയുടെ ഫലമായി രമേശ് ചെന്നിത്തലയെ ടാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് രമേശ് ചെന്നിത്തല അദ്ദേഹം മാന്യനായതുകൊണ്ട് ഞാൻ കത്ത് എഴുതിയിട്ടില്ല, കത്ത് നൽകിയിട്ടില്ല എന്ന ഒറ്റ വാക്കത്തോടു കൂടി അതിനെ നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പൊതുജനങ്ങൾക്കൊരു താല്പര്യം വരും, ഇങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പേരിൽ ഒരു കത്ത് ആരെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. വരുന്ന ആളുകൾ എന്തായാലും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല എന്ന്. പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സാണെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. INTUCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, അഖിലേന്ത്യാ തലത്തിൽ AICC നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിന്റെ മനസ്സാണെന്നാണ് പ്രവർത്തകരുടെ. പലരും പറഞ്ഞു, അദ്ദേഹം മാത്രമല്ല ശ്രീ പന്തളം. അല്ല, അത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇതിൽ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത ശ്രീമതി ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിലെ പല കാര്യങ്ങളോടും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് ഈ ചർച്ചയിൽ നിന്ന് ഇപ്പോൾ പോയിരിക്കുന്നത്. അങ്ങേക്ക് ഇതിൽ എവിടെയാണ് വിയോജിപ്പ്? ഈ പറഞ്ഞ കാര്യത്തിൽ മുന്നൊരുക്കങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതിനെ അങ്ങ് വേണമെങ്കിൽ വിയോജിക്കാം. കാരണം KPCCക്കാണ് അതിൻ്റെ അടി കിട്ടുന്നത്. അതാണോ അങ്ങയുടെ ഏറ്റവും ആദ്യത്തെ വിയോജിപ്പ്? അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു ചെറിയ പരാജയം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇതേക്കുറിച്ചെല്ലാം ആലോചിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. അന്ന് ഈ ഭാഗം ശരിയാണ്, മുന്നൊരുക്കങ്ങൾ വേണ്ട രീതിയിൽ ഇല്ലായിരുന്നു എന്നുള്ള വികാരം നേതാക്കന്മാർക്കും ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്കുമുണ്ട്. അതൊരു സത്യമാണ്. പക്ഷേ റിബലുകളുടെ കാര്യത്തിൽ KPCC എത്രത്തോളം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം? ഈ രമേശ് ചെന്നിത്തല പറയുന്നത് അവിടെയും പാകപ്പിഴകൾ ഉണ്ടായി, ഈ റിബലുകളെ പിൻവലിപ്പിക്കാൻ ശ്രമം നടന്നില്ല എന്നാണ്. അല്ല, കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ പോലും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട തലത്തിൽ, UDFൻ്റെ നേതാക്കന്മാർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട തലത്തിലേക്ക് ഞങ്ങളുടെ റിബൽ ശല്യം വർദ്ധിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സമീപകാലത്തൊന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ട്, ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ മുന്നണികളും ഈ റിബൽ ശല്യത്തിന്റെ ഇരകളായിരുന്നു എന്നുള്ള സത്യമാണ്. ശരി, അതിനകത്ത് അടി കിട്ടിയത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഫലത്തിൽ കുറെ പുറകോട്ട് പോകേണ്ടി വന്നത് ഈ കോൺഗ്രസിനായതുകൊണ്ട് റിബലുകളുടെ കാര്യത്തിൽ ഈ കത്ത് പറയുന്നതും ശരിയാണ് എന്ന് അങ്ങ് സമ്മതിക്കുന്നു. അഴിമതി വലിയ പ്രശ്നമായിരുന്നു പറയുന്ന മൂന്നാമത്തെ കാര്യമാണ്. എങ്ങനെ പറയുന്നു? അല്ല, കുറേ കാലമായിട്ട് ഈ അഴിമതികളെക്കുറിച്ച്, അഴിമതിയുടെ കഥകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ വിചാരണ നടത്തുന്നു. പൊതുജന സമൂഹത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ അഴിമതിയുടെ കാര്യത്തിൽ പല അന്വേഷണങ്ങളും പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഈ മാറ്ററിൽ ഈ കത്തെന്ന് പറയുന്നില്ല, ഈ മാറ്ററിൽ, കാരണം രമേശ് ചെന്നിത്തല കത്തെന്ന് ഞാൻ പറയുന്നില്ല, അത് നിഷേധിക്കുന്നു. ഇന്ന് എക്കണോമിക് ടൈംസിൽ വന്ന ഈ വാർത്തയിൽ അതും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ, കാരണം അത് രമേശ് ചെന്നിത്തല അഭിപ്രായം കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം അല്ലല്ലോ, അത് ആ പത്രത്തിൻ്റെ അഭിപ്രായമായി, അല്ല അത് എഴുതിയ ലേഖകൻ്റെ അഭിപ്രായമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കാരണം വ്യാപകമായി അതിനകത്തുള്ള ഒപ്പ് അങ്ങ് രമേശ് ചെന്നിത്തലയുടെ ഒപ്പായിട്ട് തന്നെ കാണേണ്ടി വരും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉടനെ നടപടി എടുക്കേണ്ടതാണ്, ആഭ്യന്തരമന്ത്രി ഉടനെ ഉത്തരവിടേണ്ടതാണ്. ഇതൊന്നും സംഭവിച്ചില്ല. ഇതുപോലെ ഒരു ചരിത്രമില്ലല്ലോ ശ്രീ പന്തളം സുധാകരൻ. അതിനകത്ത് എന്തായാലും ഇനി ആ കത്തിൻ്റെ പിന്നാലെ നമ്മൾ അങ്ങ് പറഞ്ഞ പോലെ 2-3 ആഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണ് സംഭവിക്കുക എന്നുള്ളത് അന്ന് നോക്കാം. ഇന്ന് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി ഈ 9 മണി വരെ അങ്ങ് ഉദ്ദേശിച്ച തലത്തിലേക്ക് ചർച്ച പോകും. അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം, മുഖ്യമന്ത്രി ആരെന്ന്, അല്ല, മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടത്, സ്പോയിൽ ചെയ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതിനെക്കുറിച്ചുകൂടി അങ്ങ് എന്താണ് പറയുന്നത്? അല്ല, അപ്പോൾ ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ മുന്നോട്ട് വരികയില്ല എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം തന്നെ ഇത് ഗൂഢാലോചനയുടെ ഫലമായി രമേശ് ചെന്നിത്തലയെ അപകീർത്തിപ്പെടുത്താൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നു. അതാണ് കോടിയേരി പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ്. അതാണ് സത്യം.
അല്ല, അത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 2006 മുതൽ 2011 വരെ ശ്രീ മനോജിൻ്റെ പാർട്ടി കേരളം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ കുറിച്ച് എന്താ പറഞ്ഞത്? എൻ്റെ കൂടെയുള്ള മന്ത്രിമാരൊക്കെ വെറും പോഴന്മാരാണ്. ഞാനും കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്ന ആളാണ്. അപ്പം പോഴന്മാരെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ വിവാദം ഉണ്ടായതാണ്. കാരണം എനിക്കും അത് കൊണ്ടു. ഞാനും ഒരു കാലത്ത് കുറച്ച് നാൾ മന്ത്രിയായിരുന്ന ആളാണ്. അപ്പം എല്ലാ മന്ത്രിമാരും പോഴന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് VS അച്യുതാനന്ദൻ എന്നാ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ പിണറായി എന്നാണ്. ശ്രീ PM മനോജ് ഒരുപക്ഷെ ഈ ചർച്ചയിൽ സമ്മതിക്കില്ലെങ്കിൽ കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രീ VS പലപ്പോഴും ചില കത്തുകളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ കത്തുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് പുറത്തു വന്നത് എന്നുള്ളത് പിന്നീട് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ചില കത്തുകൾ അദ്ദേഹം തന്നെ പുറത്തു വിട്ടു എന്ന് പിന്നീട് ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിയിട്ടുമുണ്ട്. ഞാൻ PM മനോജിന് അവസരം തരാം. അതുപോലെ ആണോ ശ്രീ പന്തളം സുധാകരൻ ഈ കത്തുമെന്നാണ് എനിക്കും അറിയേണ്ടത്. ഇല്ല, അങ്ങനെയുള്ള ഒരു സംസ്കാരം ഞങ്ങൾക്കില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിലൂടെ ആയാലും പത്രങ്ങളിലൂടെ ആയാലും അല്ലെങ്കിൽ കത്തിലൂടെ ആയാലും അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് സത്യം പറഞ്ഞ് മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അത് കുറച്ച് കൂടുതലാണോ ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഉയർന്ന നേതാവിന് ശ്രീമതി സോണിയാഗാന്ധിയെ പോലെ ഒരാൾക്കൊരു കത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് പറയാനുള്ള ധൈര്യമായിട്ട് മുഖം നോക്കി പറഞ്ഞിട്ടുള്ളതാണ് ശ്രീ കെ കരുണാകരനെ പോലെ ഉയർന്നു. പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു കത്ത് പുറത്തേക്ക് വന്നിട്ടുള്ളത്? ശ്രീ പന്തളം, നമുക്ക് ഈ ചർച്ച പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് മറ്റേ രണ്ടാമത്തെ വെള്ളാപ്പള്ളിയുടെ പ്രതിമയുമായി ബന്ധപ്പെട്ട ന്യായീകരണം എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് തന്നെ ഒന്ന് വരികയാണ്. ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരം വേണമല്ലോ. ഇത് കഴിഞ്ഞ മാസം 14-ാം തീയതി തന്നെ ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചതാണെന്ന് KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ കത്ത് കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് അയച്ചതായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതായത് ആ കത്ത് വന്നതിന് ശേഷം തന്നെയാണ് 14-ാം തീയതിത്തെ യാത്ര അങ്ങനെയാണെങ്കിൽ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ എന്തായാലും ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ പോയി എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഇത് എല്ലാവരുടെയും വികാരമാണ്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും പല കോൺഗ്രസ് നേതാക്കളും പറയുന്നു ഇത് ഞങ്ങളുടെ വികാരമാണ്, ഞങ്ങളുടെ അണികളുടെ വികാരമാണ്. ഒരു രണ്ടാം നിര ഉയർന്നു വരുന്നുണ്ട്. കാര്യങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ BJPക്ക് നിങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഇത് പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്ന ഒരു രണ്ടാം നിര വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേ ശ്രീ പന്തളം? അല്ല, ഞങ്ങളത് ഗൗരവമായി കാണുന്നുണ്ടല്ലോ. അതിനുവേണ്ടിയല്ലേ ഞങ്ങളിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റാണ് 22 എന്നുള്ളത്. അതുകൊണ്ടാണ് 22-ാം തീയതി ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് VS സുധീരനും കൂടി പോകുന്നത്. ഈ കത്തും ഇന്നത്തെ വാർത്തയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മാധ്യമങ്ങളോട് KPCC പ്രസിഡന്റ് തന്നെ പറയുകയുണ്ടായി. പിന്നെ ഞങ്ങൾ ആശങ്കയോടുകൂടിയാണ്. കാരണം ഈ കഴിഞ്ഞ 2011 തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഗൗരവത്തോടു കൂടി സമീപിക്കണം. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ പത്മകുമാറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ വളരെ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഞാനത് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ആ മുന്നേറ്റം, അതുപോലെ തന്നെ ഒരു സമുദായ സംഘടനയുടെ നേതാവ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ജനങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത്, ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും മതേതര ശക്തികൾ ഒരുമിച്ച് നിൽക്കുകയും മതന്യൂനപക്ഷങ്ങൾക്കും മതേതര വിശ്വാസികൾക്കും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയിൽ സജീവൻ കോൺഗ്രസിന്റെ ആ പ്രതീക്ഷ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഈ കത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ വലിയ അപകടത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോവുകയാണോ? പെട്ടെന്ന് ഒരു മിനിറ്റിൽ. അല്ല, ഒരിക്കൽ പോലും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇത് പരസ്യമായിട്ടുള്ള ആരോപണമായിട്ടാണ് വന്നുള്ളത്. മതേതരത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകണമെങ്കിൽ ഇതൊന്നുമല്ലല്ലോ. ഇതൊരു വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ്. അദ്ദേഹത്തെ മാറ്റിയാൽ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ മാറ്റിയാൽ പ്രശ്നം തീരുമെങ്കിൽ ഇവിടെ കോൺഗ്രസിന് മതേതരത്വം ഉണ്ടാവുമോ? അപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും ശരിയായി വരണമെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആരോപണങ്ങളും സീറ്റിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയുള്ള താല്പര്യങ്ങളും അത് വടംവലികളും മാറ്റിവെക്കുകയാണ് ആദ്യം വേണ്ടത്. എന്തായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞത് കൃത്യമായ ഉത്തരം തന്നെയാണോ? മുഖ്യമന്ത്രിയെ പ്രതിമ അനാച്ഛാദന ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ ഇരുന്നതിന് കാരണമായി വെള്ളാപ്പള്ളി പറഞ്ഞത് എത്രത്തോളം ശരിയാണ്? ആ ചർച്ചയിലേക്കാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ഇനി പോവുക.